ഇവർ ഇവിടെ വന്നപ്പോൾ ടെറർ അറ്റാക്ക്, തീ വരുന്നു, ഓരോ സൈഡിൽ നിന്ന് ബോംബിൻ്റെ ശബ്ദം കേൾക്കുന്നു, വെടിയുടെ ശബ്ദം. ഇവർ ഇത്രയും പേര് ഒരു 7-8 പേരുണ്ടായിരുന്നു തോന്നുന്നു. അവരെല്ലാവരും ഇതിൻ്റെ അകത്ത് ട്രാപ്റ്റാണ്. ഭൂട്ടാനിലെ ഏറ്റവും വലിയ കലാസാഹിത്യോത്സവമാണ് ഭൂട്ടാൻ എക്കോസ് ഡ്രുക്യൂൾസ് ലിറ്ററേച്ചർ ആൻഡ് ആർട്സ് ഫെസ്റ്റിവൽ. ഓഗസ്റ്റ് 1 മുതൽ 3 തീയതി വരെയാണ് ഈ കലാസാഹിത്യോത്സവം നടന്നത്. അശ്വതി തിരുനാൾ തമ്പുരാട്ടി ആ കലാസാഹിത്യോത്സവത്തിൽ പങ്കെടുത്തിരുന്നു. അപ്പോൾ നമുക്ക് തമ്പുരാട്ടിയുടെ ഭൂട്ടാൻ വിശേഷങ്ങളിലേക്ക് കിടക്കാം. തമ്പുരാട്ടി നമസ്കാരം. നമസ്കാരം. ഈ കലാസാഹിത്യോത്സവത്തിലേക്ക് തമ്പുരാട്ടി ആരാണ് ക്ഷണിച്ചത്? എങ്ങനെയാണ് തമ്പുരാട്ടി ഇതിൻ്റെ ഇതിൽ ഭാഗമായത്? എനിക്ക് ക്ഷണം വന്നത് ഭൂട്ടാനിൽ നിന്ന് തന്നെയാണ്. ഈ ഭൂട്ടാൻ എക്കോസിൻ്റെ വലിയ പേര് പറഞ്ഞല്ലോ, അവരെയാണ്. പക്ഷേ അത് ക്വീൻ മദർ ആണ് അതിൻ്റെ പേട്രൺ. they invited me on behalf of the Queen Mother. അങ്ങനെയാണ് ഇൻവിറ്റേഷൻ. പക്ഷേ അതേസമയം അതുമായിട്ട് ലിങ്ക് ചെയ്തോ അല്ലെങ്കിൽ കണക്ട് ചെയ്തത് എൻ്റെ ഒരു ഫ്രണ്ടുണ്ട് ബാംഗ്ലൂരിൽ, ഒരു വളരെ എക്സെപ്ഷണലി ഔട്ട്സ്റ്റാൻഡിങ് പേഴ്സൺ, സരിത ഹെഗ്ഡെ റോയ്. അപ്പോൾ അവർ മുഖാന്തരമാണ് ഈ കണക്ഷനൊക്കെ വന്നതും. അവരായിരുന്നു ലിങ്ക്. ഇൻഫാക്റ്റ് അവരൊരു റിമാർക്കബിൾ പേഴ്സൺ എന്ന് പറഞ്ഞാൽ അവർക്ക് ഫിസിക്കലായിട്ട് ഒരുപാട് ചലഞ്ചസ് ഉണ്ടായി, ഷീ ഹാഡ് ടു. പക്ഷേ ഈ ടെറർ അറ്റാക്ക്, ബോംബെയിൽ ടെറർ അറ്റാക്ക് വന്നപ്പോൾ ഇവർ ടാജിലെ ഒരു എക്സിക്യൂട്ടീവ് ആയിരുന്നു. ഇവരും കൂടെ കുറേ പേര് ഇവിടെ താജ് ബോംബെ കടലിൻ്റെ അടുക്കൽ അറ്റാക്ക് നടന്ന ഹോട്ടലിലും. അപ്പോൾ ഇവർ ഒരുമിച്ച് അവിടെ റെസ്റ്റോറൻറ്റിലുണ്ടായിരുന്നു. പക്ഷേ അവിടെ ആ റെസ്റ്റോറൻറ്റ് സീ ലൗഞ്ച്. ഈ സീ ലൗഞ്ചിന് എന്തോന്നോ പണ്ട് കുറച്ചു കാലം മുമ്പേ കണ്ണാടിയിൽ എന്തോന്നോ പ്രശ്നം വന്ന് പൊട്ടിയത്. അപ്പോൾ മാനേജ്മെൻറ്റ് അതിനെ ടഫൻ ചെയ്തു, അൺബ്രേക്കബിൾ ഗ്ലാസ് ആക്കി ടഫൻ ചെയ്തു. ഇവർ ഇവിടെ വന്നപ്പോൾ ടെറർ അറ്റാക്ക്, തീ വരുന്നു, ഓരോ സൈഡിൽ നിന്ന് ബോംബിൻ്റെ ശബ്ദം കേൾക്കുന്നു, വെടിയുടെ ശബ്ദം. ഇവർ ഇത്രയും പേര് ഒരു 7-8 പേരുണ്ടായിരുന്നു തോന്നുന്നു. അവരെല്ലാവരും ഇതിൻ്റെ അകത്ത് ട്രാപ്റ്റാണ്. ഇതിൻ്റെ അകത്ത് വെളിയിലിറങ്ങിയ എന്ത് പറ്റുന്നു അറിയാൻ വയ്യ. പക്ഷേ ഇവരെ വന്ന് കണ്ടുപിടിക്കുന്നുള്ള സംശയമൊന്നുമില്ല. അപ്പോൾ ഈ ഫയർ എഞ്ചിൻ കൊണ്ടുവന്ന് ഏണി പൊക്കി ജനലിൽ കൂടെ ജനൽ തുറക്കാൻ നിവൃത്തിയില്ല. അത് ടഫൻ ഗ്ലാസ് ആയിപ്പോയി. പിന്നെ വെളിയിൽ നിന്നാണ് വളരെ കഷ്ടപ്പെട്ടാണ് ഈ ഫയർ എഞ്ചിൻകാരെ അടിച്ച് പൊട്ടിച്ച്. അപ്പോൾ ഈ ഗ്ലാസ് എല്ലാം ഇവിടെ കിടക്കുന്ന ലെഡ്ജിൽ. വെളിയിൽ ഇറങ്ങണമെങ്കിൽ ലെഡ്ജിൽ നിന്നും ഈ ഏണിയും ലെഡ്ജും കൂടെ കണക്ട് ചെയ്യല്ല, ഇങ്ങനെ കാലെടുത്ത് വെക്കണം. മുകളിൽ നിന്നാണ്. ഇപ്പം ഇത്രയേ ഉള്ളെങ്കിലും കാലെടുത്ത് താഴോട്ട് നോക്കണമെങ്കിൽ തീർന്നു. അതിനേക്ക് ഇതിലെടുത്ത് വെച്ചാൽ അങ്ങനെയാണ് ഇവരൊക്കെ രക്ഷപ്പെട്ടത്. എല്ലാവരും രക്ഷപ്പെട്ടു അതിലുള്ളവർ. അങ്ങനെയൊക്കെ ഒരുപാട് കാര്യങ്ങൾ. അവരായിരുന്നു തമ്പുരാട്ടിയുടെ പോയിന്റ് ഓഫ് കോൺടാക്ട്. എൻ്റെ എനിക്ക് വലിയൊരു സഹായമായിരുന്നു. ബിക്കോസ് ഞാൻ ഇവിടുന്ന് ഡൽഹിയിലേക്കും അവർ ബാംഗ്ലൂരിൽ നിന്ന് ഡൽഹിയിലേക്കും പോയി. പിന്നെ ഞങ്ങൾ ഒരുമിച്ചായിരുന്നു തിരിച്ച് ഡൽഹി വരുന്നവർ. പിന്നെ ഷീ വെന്റ് ടു മുംബൈ ആൻഡ് ഐ കെയിം.